ആറന്മുള പള്ളിയോടങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഗ്രാന്റ് തുക വർദ്ധിപ്പിച്ചത് സ്വാഗതം ചെയ്യുകയാണ് പള്ളിയോട സേവാ സംഘം. അസംഘടിതരായ ആറന്മുള കണ്ണാടി ഉൽപ്പാദകരെ സംഘടിതരാക്കാൻ എക്സിബിഷൻ സെന്ററിലൂടെ സാധിക്കുമെന്നും പള്ളിയോട സേവാ സംഘം പറയുന്നു. സംസ്ഥാന ബജറ്റിൽ ആറന്മുളയ്ക്ക് വേണ്ടി രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വി.ഡി. സതീശൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് പള്ളിയോട സേവാ സംഘത്തിന് പള്ളിയോടങ്ങൾക്ക് വേണ്ടിയിട്ട് 10,000 ഉണ്ടായിരുന്ന ഗ്രാൻഡ് അത് 15,000 വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിയുടെ മുഖ്യ സംഘാടകരായ 52 പള്ളിയോടങ്ങൾക്ക് നൽകി വരുന്ന 10,000 രൂപയുടെ ഗ്രാൻഡ് 15,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതാണ്. ഒരു വർധനമെന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് 10,000 രൂപ വീതമാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇനിയും ഉള്ള കാലങ്ങളിൽ 25,000 രൂപയെങ്കിലും മിനിമം നൽകണമെന്ന് ഞങ്ങളൊരു അപേക്ഷ വെച്ചിരുന്നു. അത് ഇപ്പോൾ 15,000 ആക്കി. അത് സന്തോഷമാണ്. വരും കാലങ്ങളിൽ ഞങ്ങൾക്കത് 25,000 കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. മറ്റ് ക്രമീകരണങ്ങൾക്കും ഞങ്ങൾ വേണ്ടതായ നിർദ്ദേശങ്ങളും അതുപോലെ അപേക്ഷകളും സമർപ്പിച്ചിട്ടുണ്ട്. പുതിയ ഗവൺമെൻറ് സജീവ പരിഗണനയിലാണെന്നും അറിയിച്ചിട്ടുണ്ട്. ആറന്മുളയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ച രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആറന്മുളയുടെ മുഖം എന്ന് പറയുന്നത് ആറന്മുള കണ്ണാടിയാണ്. അപ്പോൾ ആറന്മുള കണ്ണാടിക്ക് വേണ്ടിയിട്ട് ഒരു എക്സിബിഷൻ സെൻറ്റർ നിർമ്മിക്കുന്നതിന് 1 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ആറന്മുള കണ്ണാടി എക്സ്ക്ലൂസീവ് എക്സിബിഷൻ സെൻറ്റർ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ സ്ഥാപിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. ഇപ്പോഴേ ഈ ആറന്മുള കണ്ണാടി നിർമ്മാതാക്കളെല്ലാം അസംഘടിതരായിട്ട് പ്രത്യേകമായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പൊതുവായിട്ടൊരു ഇടം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിനൊരു എക്സിബിഷൻ സെൻറ്ററും അതുപോലെ തന്നെ ഇത് വിപണനം ചെയ്യുന്നതിനും ഉള്ള പുതിയ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് പര്യാപ്തമാണ്. ആറന്മുളയിലെത്തുന്ന ടൂറിസ്റ്റുകളൊക്കെ അന്വേഷിച്ച് പിടിച്ചാണ് ഓരോ സെൻറ്ററുകളിൽ ചെന്ന് ഇത് വാങ്ങുന്നത്. അതുപോലെ അവർക്ക് ഈ ലോഹ കണ്ണാടിയുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ട്. ഫോറിനേഴ്സൊക്കെ അത് എങ്ങനെയാണ് ഇത് മോൾഡ് ഉണ്ടാക്കുന്നത്, ഈ കണ്ണാടി എങ്ങനെയാണ് പോളിഷ് ചെയ്യുന്നത്, ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ വിശദാംശങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള സംരംഭങ്ങൾ കൂടുതൽ പ്രോത്സാഹനജനമായിരിക്കും. അപ്പോൾ അസംഘടിതരായി നിൽക്കുന്ന ആറന്മുള കണ്ണാടി നിർമ്മാതാക്കളെ ഇത് ഒരുമിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു 25,000 രൂപയായിട്ട് പള്ളിയോടങ്ങൾക്ക് ഉയർത്തി നൽകണമെന്നും അവർ മുന്നോട്ട് ആവശ്യം വെക്കുന്നുണ്ട്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.